ഹായ് ഗായ്സ്, എപ്പോഴത്തെയും പോലെ രാവിലെ എണീറ്റിട്ട് കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കണേട്ടോ. അപ്പോഴാണ് ഈ ചെവിയിൽ വെച്ച ചെമ്പരത്തി പൂവായിട്ട് നമ്മുടെ അടുത്ത് പോയി എന്ത് പറയുമ്പോൾ നോക്കാൻ പോയത്. വളരെ മനോഹരകരമായ ആ ഒരു പ്രതികരണത്തിന് പിന്നാലെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എന്നെ വയറ് നിറച്ചു. ഞാൻ എന്ത് കഴിച്ചാണ് വയറ് നിറച്ചതെന്നായിരിക്കും, വേറൊന്നല്ല ഈ കാണുന്ന കഞ്ഞി തന്നെ. അങ്ങനെ അത് കഴിച്ചിട്ടിരിക്കുക അച്ഛനും അമ്മയും ഒരു ശാരദത്തിന് പോയിട്ട് വരികയാണ്. അപ്പോഴാണ് ഞാനൊന്നും ഇങ്ങനെ ചിന്തിച്ചത്, ഞാൻ മാത്രമാണ് ഈ കല്യാണത്തിനും കാതുകുത്തിനും 28-നും ശാരദത്തിനും ഒന്നിനും പോവാതിരിക്കുന്നത്. എന്തോ ആവട്ടെ വേണ്ടി ഇരിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും അടുത്ത ഇൻവിറ്റേഷൻസ് നോക്കണത്. അടുത്ത പരിപാടി എവിടെയാണ് നോക്കിയിട്ട് ഞാൻ എന്ത് പരിപാടിക്ക് പോയില്ലെങ്കിൽ അച്ഛനും അമ്മയും എല്ലാ പരിപാടിക്കും എന്തായാലും പോകും. അപ്പോഴാണ് ഞാൻ അമ്മന്റെ അടുത്ത് ചോറിനാന്ന് പറയണ പോലത്തെ ഒരു ആക്ഷൻ കാണിക്കുന്നു പറഞ്ഞിട്ട് പറഞ്ഞതാ. എങ്ങനെ അഭിനയിക്കണമെന്ന് നോക്കുക, ഇതുപോലെ ആരപ്പ അഭിനയിക്കുക. നിങ്ങളെ സീനാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കാനായിരുന്നു. രാവിലെ കഞ്ഞി ആയിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് തൈര് ഒഴിച്ചിട്ടുള്ള ചോറ്. അങ്ങനെ അത് കയറ്റി കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ എന്തോ പണി ചെയ്യണതായിട്ട് കണ്ടത്. ശരി, പോയി സഹായിക്കാന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇത് വലിയ പണിയൊന്നും ഇല്ല, ഇതിനകത്ത് അരി ഇട്ടു എന്ന് പറഞ്ഞാൽ മതി, അറിഞ്ഞു വരുന്നു. ഓക്കേ എന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്ന് നോക്കിയപ്പോഴല്ലേ ഈ കാഴ്ച കാണുന്നത്. അങ്ങനെ അതും കണ്ടിരിക്കും. ഒന്ന് തിരിഞ്ഞപ്പോഴാണ് മനുക്കൻ ഈ സ്കൂട്ടി ചേട്ടൻ പോയത്. ഇപ്പൊ ഇടിച്ചേനെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്തായെന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോയപ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് കഴിച്ചത്. അങ്ങനെ ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ടിരിക്കുക. ഗ്രൗണ്ടിൽ പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ട് ഇരിക്കുമ്പോഴാണ് സൂര്യൻ എനിക്കൊരു ഉമ്മ തന്നത്. അങ്ങനെ സൂര്യൻ തന്ന ഉമ്മ നിരസിക്കാതെ ഞാൻ ഗ്രൗണ്ട് എത്തിയിട്ട് വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഈ ഗ്രൗണ്ടിനോട് പോയി പറഞ്ഞ് തിരിച്ച് വീടെത്തിയിട്ട് ഒരു കുളി മാസാക്കിയതിന് ശേഷം എന്തെങ്കിലും തിന്നാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ പോയപ്പോഴാണ് മുതല പോലത്തെ ഒരു സാധനം അവിടെ കിടക്കണുണ്ട്. സംഭവം അത് കറ്റാർവാഴയാണ്, മുഖത്ത് തേക്കാനുള്ള സംഭവം. അങ്ങനെ അത്താഴത്തിനും കഞ്ഞിവെള്ളം ഒഴിച്ച ചോറും കൂടെ ആയതോടെ 3 നേരം അരിഭക്ഷണമായി. അത് കഴിച്ചതോടുകൂടി ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ബൈ ബൈ.